അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ലേൺ അറബിക് വിത്ത് മിന്ന സലം എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് 4ാം ക്ലാസ്സിൻ്റെ തജ്വീദ് 9ാമത്തെ പാഠഭാഗമാണ്. അദ്ദർസു താസിഉ പാഠം 9 അഹ്കാമുൽ മദ്, മദ്ദിൻ്റെ വിധികൾ. പാഠഭാഗത്തിലേക്ക് പോകുന്നതിന് മുമ്പായി ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ എത്രയും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്ക് കൂടി വീഡിയോസ് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ പാഠത്തിലേക്ക് പോയാലോ. ഹർക്കത്തിൻ്റെ ശബ്ദത്തെ നീട്ടുന്നതിനാണ് മദ് എന്ന് പറയപ്പെടുന്നത്. ഫതഹിനെ അലിഫ് കൊണ്ടും കസ്റിനെ യാ കൊണ്ടും ലമ്മിനെ വാവ് കൊണ്ടും നീട്ടുന്നു. സാക്കിനത്തായ അലിഫ്, വാവ്, യാ എന്നീ 3 അക്ഷരങ്ങൾക്ക് ഹുറൂഫുൽ മദ് അഥവാ ദീർഘാക്ഷരങ്ങൾ എന്ന് പറയപ്പെടുന്നു. മദ്ദുകൾ അസ്ലിയ്, ഫർഇയ് എന്നിങ്ങനെ 2 വിധമുണ്ട്. അൽ മദ്ദുൽ അസ്ലിയ്, ദീർഘാക്ഷരത്തെ ശബ്ദത്തിൽ കൊണ്ടുവരാൻ ആവശ്യമായ സമയം നീട്ടലാണ് അസ്ലിയായ മദ്. ഈ മദ്ദിന് ത്വബീഇ എന്നും പറയപ്പെടും. 2 ഹർക്കത്തിൻ്റെ അതായത് ഒരു അലിഫിൻ്റെ ഖദർ നീട്ടണം. ഒരു അക്ഷരം 2 പ്രാവശ്യം ഉച്ചരിക്കാൻ എടുക്കുന്ന സമയമാണത്. ഉദാഹരണമായി മാ എന്നതിനെ മാ എന്ന് നീട്ടുമ്പോൾ മ എന്ന് പറയാൻ എടുക്കുന്ന സമയം മാ എന്ന് നീട്ടാൻ എടുക്കണം. കൂട്ടാനോ കുറയ്ക്കാനോ പാടില്ല. ഇനി ഉദാഹരണം നോക്കാം. മാലിക്കി, ഇയ്യാക, അല്ലദീന, ലിഈലാഫി, മഗ്ലൂബി, യഖൂലു. അൽ മദ്ദുൽ ഫർഇ, ദീർഘാക്ഷരത്തിനു ശേഷം ഹംസോ സുക്കൂനോ ഷദ്ദോ ഉണ്ടായ കാരണത്താൽ അസ്ലിയായ മദ്ദിനേക്കാൾ കൂടുതൽ നീട്ടപ്പെടുന്ന മദ്ദിനാണ് ഫർഇയായ മദ് എന്ന് പറയപ്പെടുന്നത്. ദീർഘാക്ഷരത്തിനു ശേഷം ഹംസോ സുക്കൂനോ ഷദ്ദോ ഉണ്ടായ കാരണത്താൽ അസ്ലിയായ മദ്ദിനേക്കാൾ കൂടുതൽ നീട്ടപ്പെടുന്ന മദ്ദിനാണ് ഫർഇയായ മദ് എന്ന് പറയപ്പെടുന്നത്. ഇവ 5 വിധമുണ്ട്. അസ്ലിയായ മദ് നമ്മൾ ചർച്ച ചെയ്തു. ഇനി ഫർഇയായ മദ്ദാണ്, അത് 5 വിധമുണ്ട്. ഏതൊക്കെയാണ്? അൽ മദ്ദുൽ മുത്തസിൽ, അൽ മദ്ദുൽ മുൻഫസിൽ, അൽ മദ്ദുൽ ലാസിം, അൽ മദ്ദുൽ ആരിളു, അൽ മദ്ദുൽ ലീൻ. അപ്പോൾ പാഠഭാഗം എന്താണെന്ന് മനസ്സിലായല്ലോ. മദ്ദിനെക്കുറിച്ചാണ് പഠിച്ചത്. മദ്ദിൻ്റെ അക്ഷരങ്ങൾ 3 ആകുന്നു എന്ന് നമ്മൾ നേരത്തെ തന്നെ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ മദ്ദിൻ്റെ വിഭാഗങ്ങളെക്കുറിച്ചാണ് പിന്നീട് പഠിച്ചത്. മദ്ദുൽ അസ്ലിയും ഫർഇയും ഉണ്ടെന്ന് പഠിച്ചു. പിന്നീട് ഫർഇന് 5 വിധമുണ്ടെന്നും പഠിച്ചു. അപ്പോൾ ഇനി നമുക്ക് ചോദ്യോത്തരങ്ങൾ നോക്കിയാലോ. മദ് എന്നാൽ എന്ത്? മദ് എന്നാൽ എന്തെന്നാണ് നമ്മൾ പഠിച്ചത്. ഹർക്കത്തിൻ്റെ ശബ്ദത്തെ നീട്ടുന്നതിനാണ് മദ് എന്ന് പറയപ്പെടുന്നത്. അടുത്ത ചോദ്യം നോക്കൂ. ദീർഘാക്ഷരങ്ങൾ ഏതെല്ലാം? ഏതൊക്കെയാണ് മദ്ദിൻ്റെ അക്ഷരങ്ങൾ? സാക്കിനത്തായ അലിഫ്, വാവ്, യാ എന്നീ 3 അക്ഷരങ്ങൾക്കാണ് ഹുറൂഫുൽ മദ് ദീർഘാക്ഷരങ്ങൾ എന്ന് പറയപ്പെടുന്നത്. അടുത്തത്, അസ്ലിയായ മദ് എന്നാൽ എന്ത്? എന്താണ് അസ്ലിയായ മദ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ദീർഘാക്ഷരത്തെ ശബ്ദത്തിൽ കൊണ്ടുവരാൻ ആവശ്യമായ സമയം നീട്ടലാണ് അസ്ലിയായ മദ്. ദീർഘാക്ഷരത്തെ ശബ്ദത്തിൽ കൊണ്ടുവരാൻ ആവശ്യമായ സമയം നീട്ടലാണ് അസ്ലിയായ മദ്. ആവശ്യമായ സമയം എത്രയാണെന്ന് പിന്നീട് വിവരിക്കുന്നുണ്ട്. അത് നന്നായി മനസ്സിലാക്കുക. അടുത്തത്, ഫർഇയായ മദ് എന്നാൽ എന്ത്? ദീർഘാക്ഷരത്തിന് ശേഷം ഹംസോ സുക്കൂനോ ഷദ്ദോ ഉണ്ടായ കാരണത്താൽ അസ്ലിയായ മദ്ദിനേക്കാൾ കൂടുതൽ നീട്ടപ്പെടുന്ന മദ്ദിനാണ് ഫർഇയായ മദ് എന്ന് പറയപ്പെടുന്നത്. ഫർഇയായ മദ് എത്ര വിധം? ഏതെല്ലാം? ഫർഇയായ മദ് എത്ര വിധമുണ്ടെന്നാണ് പറഞ്ഞത്? 5 വിധം. ഏതൊക്കെയാണ്? അൽ മദ്ദുൽ മുത്തസിൽ, അൽ മദ്ദുൽ മുൻഫസിൽ, അൽ മദ്ദുൽ ലാസിം, അൽ മദ്ദുൽ ആരിള്, മദ്ദുൽ ലീൻ. അപ്പോൾ പാഠഭാഗവും ചോദ്യോത്തരങ്ങളും എല്ലാം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനി അങ്ങോട്ടുള്ളത് മദ്ദുൽ മുത്തസിൽ, മദ്ദിനെക്കുറിച്ച് വിശദീകരിക്കുന്ന പാഠമാണ്. ഇൻഷാ അല്ലാഹ് പാഠഭാഗവുമായി കാണും വരെ മഅസ്സലാമ.